ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മൾ ഈ കാണുന്ന പോലെ എപ്പോഴും പറയാറുള്ളത് പോലെ തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിന് ഒരാഴ്ച കൊണ്ട് വന്നിട്ടുള്ളത്. കാരണം ഓരോ ആഴ്ചയും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു മാറ്റത്തിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പോകുന്നത് നമ്മുടെ എൻഡോൺ ഡംപിംഗ് ആണ്. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിംഗ് ആണ് പോകുന്നത്. ഇവിടെ എൻഡോൺ ഡംപിംഗ് എല്ലാം നടക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സെൻറ്റിനൽ ഹബ്ബ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പൂർത്തിയായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കടലിൻ്റെ അടിയിലെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കെല്ലാം, കടലിൻ്റെ അടിയിലെ പണിയെല്ലാം ഏതാണ്ട് 95% കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെ വർക്കുകളാണ് നടക്കുന്നത്. അതിന് ലോറികൾ ധാരാളമായി നാച്ചുറൽ സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിവിടെ ഡംപും ചെയ്യുന്നുണ്ട്. കണ്ടോ, അതിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഞാൻ സൂം ഔട്ട് ചെയ്യാം, സ്ഥിരം പറയുന്ന പോലെ പൊസിഷൻ ബാർജ് ഇവിടെ കാണാനില്ല. കാരണം ഇനി പൊസിഷൻ ബാർജിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു സന്തോഷമുള്ള വാർത്തയാണ്. കാരണം നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം ഫൈനലായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് പൊസിഷൻ ബാർജ് കാണാൻ സാധിക്കാത്തത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഡ്രഡ്ജിങ് മെഷീൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ ഭാഗത്താണ് ഡ്രഡ്ജ് ഉള്ളത്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ എൻഡോൺ ഡംപിംഗ് നടത്തുന്ന ലോറികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കേട്ടോ, എൻഡോൺ ഡംപിംഗ് നടത്തുവാണ്. ഒരാഴ്ചയായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കഴിഞ്ഞ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഹെവി എക്സ്കവേറ്ററിൻ്റെ സഹായത്തോടെ തന്നെയാണ് ലോറികളിലായിട്ട് എൻഡോൺ ഡംപിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് എൻഡോൺ ഡംപിംഗ് നടക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇഞ്ചിൻലെസ് ബാർജിൽ നിന്ന് ഹെവി സ്റ്റോണുകളെടുത്ത് നമ്മളെ ബ്രേക്ക് വാട്ടറിലേക്ക് വെക്കുന്നു. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. എൻഡോൺ ഡംപിങ്ങിൻ്റെ പൊടിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ധാരാളം എക്സ്കവേറ്റർ ഒരേ സമയത്തും ധാരാളം ലോറികളിലെ സ്റ്റോൺ കൊണ്ട് ഒരേ സമയത്തും ഡംപിങ് ജോലികൾ നടക്കുന്ന വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ പച്ച ക്രെയിൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ക്രെയിൻ ഉള്ളത്. അത് ആക്രോപോഡിൻ്റെ പണികളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നു. കാരണം ഞാനിത് സൂം ഔട്ട് ചെയ്ത ഇത്രയും ഭാഗം മാത്രമാണ് ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഫൈനൽ പണികളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വർക്ക് നീങ്ങുന്നതനുസരിച്ച് ആക്രോപോഡിൻ്റെ വർക്കുകളും വളരെ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, ഇവിടെ എല്ലാം ആക്രോപോഡ് നിർത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഇഞ്ചിൻലെസ് ബാർജിലേക്ക് കൊണ്ടുവന്ന ഹെവി സ്റ്റോണുകളാണ് ഈ സൈഡിലെല്ലാം നിരത്തിയിരിക്കുന്നുണ്ടോ. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ സ്ഥലത്തെല്ലാം ലെവൽ ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ നമ്മൾ ഈ കാണുന്ന പോർഷൻ്റെ അപ്പുറത്തെ പോർഷൻ, മറുവശം കടലിന് എതിരെയുള്ള ദിശയിലുള്ള പോർഷൻ ആക്രോപോഡെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, പോർട്ടിനോട് അടുത്തുള്ള വശമല്ല ആക്രോപോഡ് ഫില്ലായിട്ടില്ല. പക്ഷെ അപ്പുറത്തെ വശമെല്ലാം ആക്രോപോഡ് പൂർണ്ണ തോതിൽ ഫില്ല് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോണുകളെല്ലാം പിന്നെയും ഈ സൈഡിലൊക്കെ ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന വർക്കുകൾ. 95% മുകളിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ. ഇനി അറിയാൻ പോകുന്ന വർക്കാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനിലെ വർക്കാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ എന്ന് പറയാൻ പറ്റുന്നൊരു വർക്കുണ്ട്. നമുക്കിവിടെ സ്ഥിരമായിട്ട് നമുക്ക് കാണുന്നവർക്കറിയാം, ഈ സ്ഥലത്ത് നമ്മൾ കടലിലെ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരക്കേഡ് പോലെ കെട്ടുന്നത്. അത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വർക്ക് പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ആ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് തന്നെ അപ്ഡേഷൻ എടുത്തപ്പോൾ അതിൽ വ്യക്തമായിട്ടൊരു സ്ക്വയർ രൂപത്തിൽ തന്നെ നമുക്കൊന്ന് കാണാൻ സാധിച്ചു. ആ വർക്കെല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുത്തെ ഇനി ഹെവി സ്റ്റോണുകൾ മുകളിൽ നിരത്താനും ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ലെവൽ ചെയ്യുന്ന പണികളെല്ലാമാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ആ മണ്ണിലെ ജലാംശം പൂർണ്ണമായിട്ട് വലിച്ചെടുക്കുന്നതിനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. കുറച്ചുകൂടി അടുത്തുള്ള വ്യൂവിലേക്ക് നമുക്കവിടെ പോകാൻ സാധിക്കും. പിന്നെ നമ്മൾ അന്ന് കുളം പോലെ കാണുന്ന ആ ഭാഗത്തെല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടോ, യാർഡ് പോർഷനിലെ വലിയ എക്സ്റ്റൻഷനിലേക്ക് പോയിരിക്കും. നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്നാൽ ആ വർക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ ഉണ്ട്. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചുകൂടി അടുത്ത് വന്നാൽ നമുക്ക് ബെർത്തിൻ്റെ പോർഷനിലെ വർക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 650 മീറ്ററിന് മുകളിൽ ബെർത്തിൻ്റെ വർക്കുകൾ പൂർണ്ണ തോതിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വർക്കുകളെല്ലാം നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ.
ബെർത്തിൻ്റെ അതേ പോർഷൻസ് എല്ലാം നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന വ്യൂവിലാണ് ഞാനുള്ളത്. ഈ ഭാഗത്തെല്ലാം ബെർത്തിൻ്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ നാച്ചുറൽ സാൻഡ്, അതായത് മണൽ ബെർത്തിന് പാരലായിട്ട് തന്നെ നിരത്തി കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതെല്ലാം കുറച്ച് ബെർത്തിൻ്റെ സൈഡിലെ വർക്കുകളെല്ലാം ഈ പറയുന്ന നാച്ചുറൽ സൗണ്ടെല്ലാം നിരത്തിയിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വന്നിട്ടുള്ളത്. കാരണം ഒരാഴ്ച കൊണ്ടെന്ന് പറയാൻ കാരണം എല്ലാ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാരണം ആ ഒരു വ്യത്യാസം നമ്മുടെ പ്രേക്ഷകർക്ക് ഉറപ്പായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, ഇത്രയും വ്യത്യാസങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ബെർത്തിൻ്റെ പോർഷൻ എല്ലാം ക്ലിയർ ആയിരിക്കുന്നു. ബെർത്തും യാർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സ്റ്റൻഷൻ പോർഷനും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഭാഗത്താണ് നമ്മൾ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നാണ് നമ്മുടെ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഈ പറയുന്ന ബാരക്കേഡ് പോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അവിടെയുള്ള ബാക്കിയുള്ള ഈ നാച്ചുറൽ സാൻഡ് ഉപയോഗിച്ച് നിരത്തുന്ന വർക്കുകളും ഹെവി സ്റ്റോണുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് ആ വർക്കെല്ലാം നടക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് കേട്ടോ. നേരത്തെ തന്നെ മണൽ ഒലിച്ചു പോകാതിരിക്കാനും ഈ ട്രഡ്ജ് ചെയ്ത മണൽ വെള്ളം കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയ കെട്ടിൻ്റെ മുകളിൽ കൂടി തന്നെ ഹെവി സ്റ്റോണുകൾ നിരത്തി അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. അതാണ് നമുക്ക് ഇത് എക്സ്കവേറ്റർ ലോറികളുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം എക്സ്കവേറ്റർ ലോറികളും ഒരേ സമയം ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഈ പണികളെല്ലാം ഫൈനൽ വർക്കിലേക്ക് തന്നെ പോകുന്നത്. ഈ ഭാഗത്തെല്ലാം അങ്ങനെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞതിൻ്റെ അതായത് കഴിഞ്ഞ വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ പറഞ്ഞത് നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ ഒരു കുളം മാതിരി രൂപത്തിൽ വലിയൊരു കുളത്തിൻ്റെ ആകൃതിയിൽ തന്നെ വെള്ളം കെട്ടി നിർത്തുവാണ് എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സ്ഥലം ഇപ്പോൾ നാച്ചുറൽ സാൻഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ആ വെള്ളമെല്ലാം ഒലിച്ചു പോയി സാൻഡ് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇനി ബാക്കിയുള്ള വെള്ളം ഉണ്ടോ, അതാ കുറച്ച് വെള്ളം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഏരിയ ഞാൻ കാണിച്ചു തരാം. വലിയ ഏരിയയാണ്. ഞാൻ വളരെ ദൂരെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. കാണാൻ വ്യക്തമായിട്ട് കുറച്ചുകൂടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ. ഇത്രയും ഏരിയ ഭാഗത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ഒരു സ്ലോപ്പ് പോലെയാണ് ഇത് ചെയ്തിട്ടുണ്ടോ. മുകളിൽ നിന്ന് താഴോട്ടൊരു സ്ലോപ്പ് പോലെയാണ്. കാരണം അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ഈ വെള്ളം പോകേണ്ട ഔട്ട്പുട്ട് ഹോസ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഔട്ട്പുട്ട് ഹോസ് വഴി വെള്ളം കടലിലേക്ക് തിരിച്ചു പോകുന്നു. മണൽ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ഇതൊന്ന് സ്ലൈഡ് ചെയ്ത് ആ മണലൊന്ന് മാറ്റിയത് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം കടലിലേക്ക് തിരിച്ചൊലിച്ചു പോകുന്നു. ആ വർക്കുകളാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കുകളാണ്. വളരെ വേഗത്തിലാണ്. അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ കണ്ടതുപോലെ അല്ല, ഇത് വളരെ വേഗത്തിലാണ് ഈ പറയുന്ന വർക്കുകളെല്ലാം നടക്കുന്നത്. കാരണം ഈ പറയുന്ന സാൻഡെല്ലാം അവിടെ ഈ നാച്ചുറൽ സാൻഡിൽ അവിടെ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ, അത് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. വളരെ ദൂരെ വന്ന വീഡിയോ ഷൂട്ട് ചെയ്തത്, പക്ഷേ ഇപ്പോൾ വളരെ അടുത്ത് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളെല്ലാം വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർലോക്കിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ഭാഗമാണ്, അതായത് ഇപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചാൽ കുറച്ച് ഭാഗമാണ് നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ ഇൻ്റർലോക്കുകളെല്ലാം ഈ ഭാഗത്താണ്. ഇവിടെ ഇതേപോലെ ലെവൽ ചെയ്ത് മണ്ണിലെ ഈർപ്പമെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇൻ്റർലോക്ക് ഇട്ട് പോകുന്നതാണ് നമ്മുടെ യാർഡിൻ്റെ വർക്കുകൾ. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കുകളും നടക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്ന വർക്കുകൾ ഉണ്ടോ. ഇവിടെ എല്ലാം ഒരു ലെവലായിട്ടുണ്ട്. എല്ലായിടത്തും മണ്ണ് അവിടെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ലെവലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഫൈനൽ വർക്കിലേക്ക് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി തൊട്ടപ്പുറത്തൊരു പോർഷനിലേക്ക് നമുക്ക് പോകാം. തൊട്ടടുത്തൊരു പോർഷൻ തന്നെയാണ് ഫ്രണ്ട്സ്. ഈ ഭാഗത്ത് ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചുതരാം. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം നാച്ചുറൽ സ്റ്റോണെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കാരണം ധാരാളം നാച്ചുറൽ സ്റ്റോണുകളും പല സ്ഥലത്തായിട്ട് പോർട്ടിൻ്റെ പല ഭാഗത്തായി കൊണ്ടുപോയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ തൊട്ട് താഴെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ചിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് വാട്ടറിന് കൊണ്ടുപോകുന്നുണ്ട്, ലോറികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പല ഭാഗത്തേക്കായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ കൊണ്ടുപോവുകയാണ്. ആ വർക്കുകളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെ വർക്കുകൾ അതൊക്കെയാണ് നടക്കുന്നത്. ധാരാളം സിമൻറ്റുമായിട്ട് വന്ന ലോറികളാണെന്ന് തോന്നുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞായറാഴ്ച ആയിട്ട് കൂടി തന്നെ വർക്കുകളെല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നത്. വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഒരാഴ്ചക്കകത്ത് നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ വളരെ ദൂരെയായിട്ട് കാണിക്കുന്നത് PO ബിൽഡിങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. PO ബിൽഡിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് പണികളെല്ലാം നടക്കുമായിരുന്നു. അതിപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടതുവശത്ത് ആ പണികളെല്ലാം പൂർത്തിയായിക്കൊണ്ടോ. PO ബിൽഡിങ്ങിൻ്റെ ഒരു വശത്തെ പണികളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ചെറിയൊരു എക്സ്റ്റൻഷൻ നടത്തുകൊണ്ടിരുന്നു PO ബിൽഡിങ്ങിൻ്റെ. ആ പണികളെല്ലാം
പൂർണ്ണതോതിൽ പൂർത്തിയായിരിക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വർക്കുകൾ. പിന്നെ ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൻ്റെ പണികൾ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് കാണാൻ സാധിക്കും. പണികളല്ല, കോമ്പൗണ്ട് വാളെല്ലാം തീർന്നിരിക്കുന്നുണ്ടോ. ഇതാണ് കോമ്പൗണ്ട് വാൾ. ഇനി 3-4 വീഡിയോയിലേക്ക്, അതായത് 3-4 പോർഷനിലെ വീഡിയോയിൽ നിന്നായിരിക്കും നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. ആ പോർഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് അകത്ത് യാർഡിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആ വീഡിയോയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇനി ആ ഒരു വീഡിയോയിലേക്ക് പോകാം. എന്നാൽ മാത്രമേ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമുക്ക് ഈ വശത്ത് നിന്നാൽ കിട്ടുന്ന അപ്ഡേഷൻ. നമുക്കിനി അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ എല്ലാവർക്കും സുപരിചിതമായിട്ട് വ്യൂ ആണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടായിട്ട് നമ്മൾ ട്രഡ്ജിങ് നടത്തുന്ന ഔട്ട്പുട്ട് വരുന്ന സ്ഥലത്ത് വ്യൂ ആണ് നമ്മൾ കണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോർട്ടിനകത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. പോർട്ടിനകത്ത് നിന്നും യാർഡ് ഭാഗത്തേക്കും ഈ പറയുന്ന ബെർത്തിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഇവിടെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം മണൽ ധാരാളമായി, അല്ലെങ്കിൽ നാച്ചുറൽ സാൻഡ് ധാരാളമായി കൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് കാണാൻ സാധിക്കില്ല. നമ്മൾ ആ വ്യൂ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോർട്ടിനകത്തുള്ള വ്യൂയിൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നിരത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകളുണ്ടോ. ഇവിടെ എല്ലാം ഈ നാച്ചുറൽ സാൻഡുകളെല്ലാം കുറച്ച് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലെവലിങ്ങിൻ്റെ പാർട്ടായിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഇവിടെ എല്ലാം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലോക്കിൻ്റെ ഭാഗം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബേക്കിലായിട്ട് നമ്മൾ വളരെ ദൂരമായിട്ട് ഈ ഭാഗത്തായിരുന്നു നമുക്ക് നേരത്തെ ഈ പറയുന്ന കാൻഡിലിവർ റെയിൻ മോഡൽ ഗ്രാൻഡി ക്രെയിനെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് നീക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തേക്ക് ZRMG E05-ഉം E04-ഉമാണെന്ന് തോന്നുന്നത്. E04-ഉം കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ടിരിക്കുന്നുണ്ടോ. സൂമൗട്ട് ചെയ്യാം. ഇങ്ങോട്ട് നീക്കിയിരിക്കുന്നു. വർക്കുകളെല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അവിടെയെല്ലാം യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റേഷൻ ഓഫ് വർക്കിലേക്കാണ് അവിടെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ശകലം കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളമായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അത് ഇവിടെ നമുക്ക് ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഉണ്ടോ. ഈ സ്ലാബുകളെല്ലാം ഇവിടെ ധാരാളമായി കൂട്ടിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇവിടെ ധാരാളം സ്ലാബുകളുണ്ട്. ആ സ്ലാബുകളെല്ലാം കല്ലിൻ്റെ ഇടയിൽ നിന്നെല്ലാം എടുത്ത് തരം തിരിച്ചുണ്ടോ ഇവിടേക്ക് മാറ്റിയിരിക്കുന്നുണ്ടോ. കാരണം നമ്മൾ ബെർത്തിൻ്റെ പണികളെല്ലാം ഏതാണ്ട് 700 മീറ്ററോളം ആയി കാണും. കാരണം 650 മീറ്റർ മുകളിലായിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. എല്ലാം വളരെ വേഗം തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും ഇതെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. വലിയൊരു ക്രെയിനും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാവുന്നതാണ്. അതുമാത്രമല്ല, അത് എക്സ്കവേറ്ററിലായിട്ട് സ്റ്റോണുകൾ, ഈ പറയുന്ന ഹെവി സ്റ്റോണുകളും ചെറിയ സ്റ്റോണുകളും തരംതിരിച്ച സ്റ്റോണുകളെല്ലാം ലോറികളിലേക്ക് കയറ്റുന്നതും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം സ്റ്റോണുകളാണ് ഇവിടെ ഉള്ളത്, നമ്മളെ മുന്നിലുള്ളത് ഉണ്ടോ. ഇന്ന് ഞായറാഴ്ച ആയ കാരണം പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ നടക്കുവാണ്. അതിൻ്റെ പാട്ടിൻ്റെ സൗണ്ട് ഇതിൽ കേൾക്കാവുന്നതാണ് ഉണ്ടോ. ഇതാണ് നമുക്ക് ഈ വ്യൂവിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇപ്പുറത്തോട്ട് വന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം ലോറികൾ നാച്ചുറൽ സ്റ്റോണുമായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ വ്യൂ നിന്നും നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണാൻ. ഇവിടെ കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ കുറച്ച് വശങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കാവുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബെർത്തിൻ്റെ പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ്റെ അടുത്ത് ധാരാളം കണ്ടെയ്നർ, കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിൽ കണ്ടെയ്നർ ലെവൽ ചെയ്യാതെയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത്. അടുക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ലെവലിംഗ് പോർഷനിലേക്ക് വന്നിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു ആ പറയുന്ന യാർഡിനകത്ത് മാർക്കർ വെച്ച് മാർക്കർ മീൻസ് മാർക്ക് ചെയ്തിരിക്കുന്നു. ഓരോ ഈ പറയുന്ന കണ്ടെയ്നറും എടുത്ത് ലെവൽ ചെയ്തിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ഹൈറ്റുള്ള പ്ലേസിൽ നോക്കാം, ഒന്നുകൂടി നോക്കാം. ഇതാ കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോ. വൈറ്റ് ലൈനൊക്കെ അവിടെ വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു കോഡ് വിട്ടിട്ടുണ്ടോ. ആ ലെവലിലാണ് ആ കണ്ടെയ്നറിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. ലെവലിങ്ങിലേക്ക് പോയിരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു മാർക്കിംഗ് രീതികളൊക്കെ അതിനകത്ത് നേരത്തെ തന്നെ ഞാൻ യാർഡിനകത്ത് കയറിയപ്പോൾ കണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് വ്യക്തമായ രീതിയിൽ കാണാനും അതുമാത്രമല്ല അതിനനുസരിച്ച് കണ്ടെയ്നറെല്ലാം അടുക്കിയാണ് വെച്ചിട്ടുള്ളതുണ്ടോ ഓരോ പോർഷനിലും. അതായത് 40 ഫീറ്റും 20 ഫീറ്റും ആവട്ടെ, അതിൻ്റെ ലെവലിനനുസരിച്ച് ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ. ഇവിടെ എല്ലാം നമുക്കത് കാണാൻ സാധിക്കും ഉണ്ടോ. കറക്റ്റ് ആ ലൈനിൽ തന്നെയാണ്. അതാ ഒരു ലൈൻ അവിടെ ഉണ്ട്, ആ ലൈനിൽ തന്നെയാണ് അതെല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഇന്ന് ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം അടുക്കുകയാണെങ്കിൽ ഇന്ന് അത് ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോ പൊസിഷൻ ഇരിക്കേണ്ട പൊസിഷനിൽ തന്നെയാണ് കറക്റ്റായിട്ട് അതെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ തൊട്ട് താഴെയാണെങ്കിൽ വെള്ളം നനച്ചിട്ടുണ്ട് ധാരാളം. നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കാം. ഈ പറഞ്ഞ കോമ്പൗണ്ട് വാളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടുള്ള പണികളെല്ലാം നടക്കുവാണ്.
ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കാണുന്നവർ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടിനുള്ള കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാണുന്ന വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോമ്പൗണ്ട് വാളിനോട് പണികളെല്ലാം കോമ്പൗണ്ടുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്നിട്ടുള്ള പോർട്ടിനകത്തുള്ള പണികൾ നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഇവിടെ എല്ലാം ലെവൽ ചെയ്തിട്ടുള്ള പണികളാണ് ഇവിടെ നടക്കുന്നുണ്ടോ. ഇതാണ് കുറച്ചുകൂടി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. PO ബിൽഡിംഗ് വളരെ ദൂരെ നിന്ന് കണ്ട സ്ഥലത്തെല്ലാം നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാം. ഉണ്ടോ, ഞാൻ കുറച്ചുകൂടി സൂമിങ്ങിലിടാം. സൂമിങ്ങിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. എന്നാലും നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന വർക്കുകളാണ് നമുക്ക് കാണാൻ, തൊട്ടുകൂടി താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. എന്താ, ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോൺ മാറ്റി നാച്ചുറൽ സ്റ്റോൺ വെയിറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. PO ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വർക്കുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്, അതെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് എന്നാൽ കിട്ടുന്ന വ്യൂ. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക്, അടുത്ത് 1-2 വ്യൂയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ കാണാൻ പറ്റുന്നത് PO ബിൽഡിങ്ങിൻ്റെ തൊട്ട് സൈഡിലെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ബെർത്തിൻ്റെ സൈഡിലെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നുണ്ട്. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിലെ വ്യൂ ആണ്. അവിടെ ആക്രോപോഡും സ്റ്റോണുകളുമുണ്ട്, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ വർക്കുകളാണ് നമ്മൾ ഏറ്റവും PO ബിൽഡിങ്ങിൻ്റെ വളരെ ദൂരെ വന്ന് കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഞാനുള്ളത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉണ്ടോ, അതുമാത്രമല്ല അവിടെ നമ്മുടെ സീരിയൽ നമ്പർ അനുസരിച്ച് D01ഉം E01ഉം C01 ഒക്കെ വ്യക്തമായിട്ട് കാണുന്ന ഒരു പൊസിഷനിലാണ് ഞാനുള്ളത്. പിന്നെ നമ്മൾ തൊട്ട് താഴെയാണെങ്കിൽ ഇതാ നല്ല വെയിലാണ്. അതിനനുസരിച്ച് ഇവിടെ എല്ലാം ഈ പോർട്ടിനകത്തുള്ള റോഡെല്ലാം വെള്ളം നനച്ചിട്ടുണ്ടോ, വെള്ളം നനച്ച് പൊടികൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെള്ളം നനച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെയും ധാരാളം സ്ലാബുകളൊക്കെ ഉണ്ട്, അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ലോറികളിലെ സ്റ്റോണൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വേ ബ്രിഡ്ജ് അവിടെ ഉണ്ട്. വെയിറ്റ് നോക്കിയ ശേഷം പോർട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റോണുകളെല്ലാം. അതുമാത്രമല്ല നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞാൽ ബൗണ്ടറി വാൾ കാണാൻ സാധിക്കും. ബൗണ്ടറി വാളിനോട് ചേർന്നിട്ട് പോർട്ടിനകത്ത് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ. ലെവലിംഗ് വർക്കുകളായിരിക്കുന്നത് ഇവിടെ എല്ലാം നടക്കുന്നത്. ഉണ്ടോ, ധാരാളം നാച്ചുറൽ സ്റ്റോൺ മാത്രമല്ല ഈ ഭാഗത്ത് ധാരാളം സ്റ്റോണുകളുണ്ട്, ധാരാളം സ്ലാബുകളുണ്ട്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്ന വിഷ്വലുണ്ടോ. ധാരാളം സ്ലാബുകൾ, ഈ മരങ്ങൾക്കിടയിലൊക്കെ ധാരാളം സ്ലാബുകളുണ്ട്. അതെല്ലാം വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ സജ്ജമാക്കി തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്തിലെ വിഷ്വൽ. ലോറികളിലെ സ്റ്റോൺ കൊണ്ടുപോകുന്നു നമുക്കിവിടെ നിന്ന് തൊട്ട് താഴെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ എത്രത്തോളം ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിൽ കൊണ്ടുപോകുന്നതിന് അറിയാൻ വേണ്ടി അടുത്തൊരു വിഷ്വലുണ്ട്. അവിടെ പോയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. 2 വിഷ്വലുണ്ട്. ആ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. എന്നാൽ മാത്രമേ കുറച്ചുകൂടി ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിലോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബാർജിലോ സ്റ്റോണുകൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. സ്പ്ലിറ്റ് ബാർജിലേക്ക് ഇനി കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് അറിയുന്നത്. കാരണം നിലവിൽ നമ്മുടെ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം 95% കഴിഞ്ഞിരിക്കുന്നു. ഇനി കടലിൻ്റെ മുകളിലത്തെ പണികൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ലോറികളിലും ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിലും കൊണ്ടുപോയാൽ മതിയായിരിക്കും. അതും ഹെവി സ്റ്റോണിൻ്റെ ആവശ്യമായിരിക്കും വരിക. അതറിയില്ല, നമുക്ക് അവിടെ ചെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ, ഹെവി സ്റ്റോണുകളാണ് കൂട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും നമുക്ക് വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിൽ ഒരു സ്റ്റോൺ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇല്ല. കാരണം ആ ഭാഗം ഉയർത്തി വെച്ചിരുന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല തൊട്ട് താഴെ ഇഞ്ചിൻലെസ് ബാർജിലാണെങ്കിൽ സ്റ്റോണുകൾ നിറയ്ക്കുന്നുണ്ട്. കേട്ടോ, സ്റ്റോണുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിൻലെസ് ബാർജിലെല്ലാം. ഇപ്പോൾ സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോണില്ല. അത് കാരണം എനിക്ക് തോന്നുന്നു ഉറപ്പാണ് നമ്മുടെ ഈ പറയുന്ന കടലിനടിയിലുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പണികളെല്ലാം അതുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ പോർട്ടിനകത്തുള്ള റോഡുകളെല്ലാം വെള്ളം നനച്ച് പൊടി ഇങ്ങനെ അടുത്തോട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി പൊടികൾ പറക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം ധാരാളമായി ഒഴിച്ചിരിക്കുന്നു. അത് മാത്രമല്ല ഇപ്പോൾ മണി ഏതാണ്ട് 12:30-1 മണിയായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഞായറാഴ്ച ആയിട്ടുകൂടി വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളെ പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ വ്യൂ നിന്നും PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശം നിന്നും പോർട്ടിനകത്തോട്ട് നോക്കുകയാണെന്ന വിഷ്വലാണ്. നമുക്കിപ്പോൾ എല്ലാം ഒരു സമനിരപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലയിടത്തും കഴിഞ്ഞ വർഷം പോലെ മണ്ണുകൾ കൂട്ടിയിട്ടിരുന്ന ഭാഗമല്ല, എല്ലാം ലെവലായിട്ട് ഗ്രൗണ്ട് പോലെ
വലിയൊരു ഗ്രൗണ്ട് പോലെ തോന്നിക്കുന്ന രീതിയിൽ എല്ലാം ലെവലായിരിക്കുന്നു. കാരണം ആ വർക്കുകളെല്ലാം ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലെവലിങ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന വിഷ്വൽ. പിന്നെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരിടത്തും ഒരു ക്രെയിനും ലോ ടെസ്റ്റ് എടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടെയ്നറെല്ലാം ലെവൽ ചെയ്ത് അത് ആ മാർക്കിംഗ് പോയിന്റിൽ കണ്ടെയ്നർ എടുത്ത് വെച്ചിരിക്കും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നിന് മേളിൽ ഒന്നാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് യാർഡിനകത്തുള്ള മാർക്കിനകത്ത് കറക്റ്റായിട്ട് കണ്ടെയ്നർ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത. ഇന്ന് നമുക്ക് കുറച്ച് ഹൈറ്റുള്ള വ്യൂ എന്നായിരിക്കും അടുത്ത വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത്. ആ വിഷ്വലിലേക്ക് പോകാം. അവിടെ വന്നാൽ കുറച്ചുകൂടി വ്യക്തമാവും. പോർട്ടിൻ്റെ ഈ വശത്തുള്ള വ്യൂകളെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്ന ആ വ്യൂയിലേക്ക് പോകാം. പിന്നെ തൊട്ട് താഴെ നമുക്ക് പറയുന്ന പോലെ കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം അന്ന് തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇതോ അവിടെ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഇതാണ് ഈ ഭാഗത്തുള്ള വിഷ്വൽസ്. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയും പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോൺ മലയെന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിലെ സ്റ്റോണുകളെല്ലാം തരംതിരിച്ച് മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ പണികൾ കാണാൻ സാധിക്കും. പിന്നെ അതിനോട് ചേർന്ന് ഒരു ബൗണ്ടറി പോലെ കെട്ടിയിട്ടിരിക്കുന്നതാണ് നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഞാൻ വളരെ ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വളരെ ചെറിയ ഗ്രൗണ്ടായിട്ട് തോന്നുന്നെങ്കിലും നല്ല വിസ്താരമുണ്ട് അതിന്. കറക്റ്റ് റേഷ്യോ എത്രയെന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ച് വലിയ ഗ്രൗണ്ട് തന്നെയാണിത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ധാരാളം ഫിഷർമാൻമാരുടെ വള്ളങ്ങൾ, ചെറിയ വള്ളങ്ങൾ ധാരാളമായി പാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ നമുക്ക് ഈ പറയുന്ന പോലെ കാൻഡിലിവർ റെയിൻബോട്ട് ഗ്രാൻഡി ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷിഫ്റ്റ് ഷോർ ക്രെയിൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ വ്യൂവിൽ വന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിൽ നിന്നായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഇത് ഇവിടെയുള്ള എഞ്ചിൻലെസ് ബാർജ് ഇവിടെ ഉണ്ട്. അതിലേക്ക് സ്റ്റോണും കയറ്റുന്നുണ്ട്. അതുമാത്രമല്ല സ്പ്ലിറ്റ് ബാർജുണ്ട്. പക്ഷേ സ്പ്ലിറ്റ് ബാർജിലേക്ക് ഇപ്പോൾ സ്റ്റോൺ കയറ്റുന്നില്ല. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് സ്റ്റോൺ കയറ്റുന്നില്ല. ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുൾ സ്ട്രക്ചർ കിട്ടുന്ന വ്യൂവിലാണ് ഞാനുള്ളത് കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ കണ്ടോ, ഫുൾ സ്ട്രക്ചർ കിട്ടുന്ന വ്യൂവിലാണുള്ളത്. പിന്നെ ഇവിടെ വന്നാൽ കുറച്ച് ഭാഗം നമുക്ക് ഈ പറഞ്ഞ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാവുന്നതാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല ലെവൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് വളരെ ഒരു ലെവലിംഗ് പോർഷനിൽ എത്തിയിരിക്കുന്നു. അതേ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്ന് കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഉണ്ടോ. ഇതാണ് ഈ ഭാഗത്തു നിന്ന് വിഷ്വൽ. അതുമാത്രമല്ല നമ്മുടെ കാൻഡിലിവർ റെയിൻബോട്ട് ഗ്രാൻഡി ക്രെയിന് D01 C01 E01 ലെവൽ ചെയ്ത് തന്നെ പോർട്ടിനെ വശത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. PO ബിൽഡിങ്ങിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നത് നല്ലൊരു വിഷ്വൽ തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അടുത്ത് എനിക്ക് തോന്നുന്നു അടുത്ത മാസം 4-ാം തീയതിയാണ് നമ്മുടെ ഷെൻഹുവ 16 ഇനി വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു കൺഫർമേഷൻ തന്നായിരുന്നു ഷെൻഹുവ 16 സ്റ്റാറ്റസ്. അടുത്ത ക്രെയിനുമായിട്ട് വരുന്ന ഷെൻഹുവ 16. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 16 കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് അടുത്ത് വരാൻ പോകുന്ന ഷിപ്പ് ഷെൻഹുവ 16 വരുമായിട്ട് വരുന്നത്. ഇതാണ് ഷെൻഹുവ 16 കറണ്ട് പൊസിഷൻ. ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 3/24/2024 12:36 PM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. സ്പീഡ് ആയിക്കോട്ടെ 8.2 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ് നമ്മുടെ ഷെൻഹുവ 16 ഉള്ളത്. ഷെൻഹുവ 16 സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് നോക്കാം. ഇന്നാണ് നമ്മുടെ ഷെൻഹുവ 16 അപ്ഡേഷൻ തന്നെ കൊടുക്കുന്നത്. ഇതാ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ, അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടി സൂചിപ്പിക്കാം. ചൈനയിലെ ഷാങ്ഹായിലെ നമ്മുടെ പോർട്ട് ചാൻസിങ് ഐലൻഡിലെ പോർട്ടാണ്. ഈ പോർട്ട് നമ്മൾ വല്ലപ്പോഴും കാണിക്കുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് തിരിക്കുന്നുണ്ടോ എന്നറിയാൻ എടുത്ത് നോക്കുന്നതാണ്. ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഷെൻഹുവ 16 തിരിച്ചിട്ടുള്ളത് ക്രെയിനുമായിട്ട്. അതിനുശേഷം ഇവിടെ വന്നതിൻ്റെ ഈ മാർക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. നേരെ ഇങ്ങനെ വന്ന് ഈ പൊസിഷനിൽ വന്നിട്ട് നേരെ ഈസ്റ്റ് ചൈന സീയിൽ കയറുന്നു. ഈസ്റ്റ് ചൈന സീ വഴി തായ്വാനിലെത്തിയിട്ടില്ല. ഇവിടെയാണ് ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷനാണ്. നമുക്ക് എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ നമുക്ക് നോക്കാം. എക്സ്പെക്റ്റിംഗ് ETA ടൈം 4/10/2024 1:30 PM
എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ നമുക്കിവിടുന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് നിലവിൽ ഷെൻഹുവ 16ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇനി ഓരോ ദിവസവും നമ്മുടെ ഷെൻഹുവ 16ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നതായിരിക്കും. ഇത് വരാൻ പോകുന്നത് തായ്വാൻ വഴി നേരെ വന്ന് ഹോങ്കോങ് വഴി സൗത്ത് ചൈന സീ കയറി അവിടെ നേരെ സിംഗപ്പൂർ വന്ന് മലേഷ്യ വഴി ഇവിടെ ഒരു മലാക്ക കടലെടുക്കുന്നുണ്ട്, ഇതുവഴി നേരെ ആൻഡമാൻ സീയിൽ കയറിയിട്ട് നേരെ ബേ ഓഫ് ബംഗാളിൽ വന്നതിന് ശേഷം നമ്മുടെ ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്ത് കൂടി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം ഇവിടത്തേക്കാണ്, നമ്മുടെ ഈ പോർട്ടിലേക്കാണ് നമ്മുടെ ഷെൻഹുവ 16 ക്രെയിനുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷെൻഹുവ 16ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇനി കറക്റ്റായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഷെൻഹുവ 16ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമ്മുടെ വീഡിയോയിൽ ഇനി മുതൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. പലരും ചോദിക്കുകയുണ്ടായി, വീഡിയോയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. കാരണം ഒരു ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഷെൻഹുവ സീരീസിൻ്റെ അപ്ഡേഷൻ എടുക്കാത്തത്. ഇനി മുതൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോയിലൂടെയും വീഡിയോ ഇട്ടില്ലെങ്കിൽ അല്ലാതെ തന്നെയും ഇതിൻ്റെ കറണ്ട് അപ്ഡേഷൻ നമ്മളെ വീഡിയോയിൽ ചാനലിൽ തന്നെ കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിൽ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.